കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ SITയെ വെല്ലുവിളിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിൽ. ജിതിന്റെ ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കണമെന്നാവശ്യപ്പെട്ട് SIT മേധാവി കോഴിക്കോട് റൂറൽ SP മെറിൻ ജോസഫിന് VP ദുൽഖിഫിൽ കത്ത് നൽകി. ജിതിന് ജാമ്യം ലഭിച്ചതോടെ തിരുവള്ളൂരിൽ ക്രമസമാധാന പ്രശ്നമുണ്ടായി എന്നും യൂത്ത് കോൺഗ്രസ് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, ഈ കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെ ജിതിൻ ഭാസ്കറിന് കഴിഞ്ഞ ദിവസമാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയും CPM വലിയ സ്വീകരണമൊക്കെ നൽകുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് വീണ്ടും ജാമ്യം റദ്ദാക്കണമെന്ന അപേക്ഷ നൽകാൻ ഒരുങ്ങുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് VP ദുൽഖിഫിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഫേസ്ബുക്കിലൂടെ SIT പ്രത്യേക അന്വേഷണത്തെ വെല്ലുവിളിക്കുകയാണ്. അതായത് താൻ കാഫിറിന്റെ സ്ക്രീൻഷോട്ട് ആർക്കെങ്കിലും അയച്ചു കൊടുത്തു, 10 പേർക്കെങ്കിലും അയച്ചു കൊടുത്തു എന്നതിന്റെ സ്ക്രീൻഷോട്ട്, അതിന്റെ അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടോ എന്ന് വെല്ലുവിളി ഫേസ്ബുക്കിലൂടെ പരസ്യമായി നടത്തിയിരിക്കുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയ പിറ്റേ ദിവസം തന്നെ അത്തരമൊരു വെല്ലുവിളി പരസ്യമായി തന്നെ നടത്തിയിരിക്കുന്നു. മറ്റൊരു കാര്യം, ഇതിൽ ആ ഫേസ്ബുക്കിൽ തന്നെ അവിടെയുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ എടുത്ത് പറയുന്നത് അവരുടെയൊക്കെ തന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഉണ്ടെന്നാണ് പറയുന്നുണ്ടെങ്കിൽ പോലും ദുൽഖിഫിൽ ഇത് ആരോപിക്കുന്നത് ഇവർക്ക് സാക്ഷി പറയാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അങ്ങനെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതി കൂടി ജിതിൻ ഭാസ്കർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും ഒരു നിബന്ധനകളോട് ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതിയുടെ സംഭവത്തിൽ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല, ജിതിന് സ്വീകരണം നൽകുന്ന പരിപാടിയെ ബന്ധപ്പെട്ട് അവിടെ അക്രമങ്ങൾ തിരുവള്ളൂരിലുണ്ടായി. അവിടെ കാസിമിനെ അനുകൂലിച്ച് വെച്ച ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുകയും പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ തിരുവള്ളൂരിൽ ക്രമസമാധാന പ്രശ്നവും ഉടലെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജിതിന് ജാമ്യം നൽകിയതിലൂടെ അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നു, സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നു, പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജിതിന്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി പോലീസ് തന്നെ, പ്രത്യേക പ്രോസിക്യൂഷൻ തന്നെ ഇക്കാര്യത്തിൽ അപ്പീൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോഴിക്കോടിന്റെ റൂറൽ ജില്ലാ പോലീസ് മേധാവിയും അതോടൊപ്പം തന്നെ SITയുടെ മേധാവിയുമായ മെറിൻ ജോസഫിന് യൂത്ത് കോൺഗ്രസ് നേതാവ് കത്തയച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു കാര്യമായിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പോലീസ് വൃത്തങ്ങളും കാണുന്നത്. പ്രത്യേകിച്ച് അതൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെല്ലുവിളികൾ ഉൾപ്പെടെയുള്ള നടപടികൾ ചെയ്യുകയും ചില ആൾക്കാരുടെ പേരുകൾ എടുത്ത് പറയുകയും ചെയ്തതിലൂടെ, മാത്രമല്ല അവിടെ നടത്തിയ പരിപാടികളും മറ്റുമൊക്കെ ഇനി ഈ വിഷയത്തിൽ ആരെങ്കിലും സാക്ഷി വല്ലതും പറയുകയാണെങ്കിൽ അതൊരു അവർക്ക് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലേക്ക് വികസിച്ചോ എന്ന കാര്യം കൂടി പോലീസും സംശയിക്കുന്നുണ്ട്. എന്തായാലും ജിതിന്റെ ജാമ്യം റദ്ദാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ SPയെ സമീപിച്ചിരിക്കുകയാണ്. എന്തായാലും SP അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. എന്തായാലും SIT മേധാവി മെറിൻ ജോസഫിനെയാണ് VP ദുൽഖിഫിൽ സമീപിച്ചിരിക്കുന്നത്. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാണ് ആവശ്യം. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.